മുനമ്പം പ്രശ്നം മുനമ്പത്തെ ഏതാനും കുടുംബങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ല. ഇതുപോലെ വഖഫിന്റെ കരാള ഹസ്തങ്ങളിൽ കുടുങ്ങിപ്പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൽ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൽ വലിയ സമരം അവിടെ നടന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ വിഷയം തണുപ്പിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ അവറുകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ്. അത് വെറുതെ ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ നോട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു നോട്ട്, അത് ടൈപ്പ് ചെയ്യാനുള്ള 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. UDF സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്നലെ പറയുന്നു, അന്നത്തെ നിലപാടല്ല ശ്രീ വി ഡി സതീശൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്. ഞങ്ങൾ ആ നിമിഷം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നു, വി ഡി സതീശനും UDFും മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും കബളിപ്പിക്കുകയാണ്. മുനമ്പം സമരത്തിന് പിന്തുണ നൽകുകയും ആ സമരത്തിന്റെ ചാലക ശക്തിയായി പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരെ എല്ലാം ശ്രീ വി ഡി സതീശൻ കബളിപ്പിക്കുകയാണ്, പച്ചയായി കബളിപ്പിക്കുകയാണെന്നാണ് അന്ന് BJP പറഞ്ഞത്. ഞങ്ങളെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയല്ലോ ഇപ്പോൾ. കാരണം UDF അതിൻ്റെ നൈസർഗികമായിട്ടുള്ള ജൈവഘടന ഇത്തരത്തിലുള്ള മതമൗലികവാദ നിലപാടുകളോടൊപ്പമാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ വി ഡി സതീശൻ. 10 മിനിറ്റ് കഴിഞ്ഞ് 10 ദിവസമായി. ഈ വഖഫ് പോർട്ടലിൽ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീറ്റും വേണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ സുചിന്തിതമായൊരു നിലപാടെടുത്തതാണ്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. നിലവിൽ മുനമ്പത്തെ വീട്ടുകാരുടെ കൈവശ സർട്ടിഫിക്കറ്റും അവരുടെ പേരിലുമാണ് ടാക്സ് റെസീറ്റും. പിന്നെ എന്ത് വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ഈ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? ശ്രീ വി ഡി സതീശൻ അന്വേഷിച്ചോ? ഇപ്പോഴത്തെ വഖഫ് ബോർഡ് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ വഖഫ് അമെൻമെന്റ് ആക്ട് അനുസരിച്ച് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം അതിൽ. അതില്ലാതെയാണ് തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് ശ്രീ പിണറായി വിജയൻ സർക്കാർ വഖഫ് ബോർഡിനെ നോമിനേറ്റ് ചെയ്തത്. ഇതറിയാത്ത ആളാണോ വി ഡി സതീശൻ? ആ വഖഫ് ബോർഡിന് നിയമസാധുതയില്ല. ശ്രീ വി ഡി സതീശന് ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വഖഫ് ബോർഡിനെ അദ്ദേഹം പിരിച്ചുവിടണം. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് എഴുതിക്കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ ഇപ്പോഴും ശ്രീ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി. അതല്ലെങ്കിൽ ഇത് ഇനിയും നിയമക്കുരുക്കുകളിലേക്ക് പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ UDFിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് എന്താണ്? ഈ പ്രശ്നം ആളിക്കത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുമെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നു. അരമനയിൽ പോയി ഞങ്ങൾ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. അപ്പോൾ അവരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ
അവരുടെ നിലപാട് മറികടന്നുകൊണ്ട് ഒരു നിലപാട് ഈ വിഷയത്തിൽ ശ്രീ വി ഡി സതീശൻ എടുക്കാൻ സാധിക്കുമോ? കേരളം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്.